കേരളത്തിലെ അതിവേഗ റെയിൽപാത പദ്ധതി അതിവേഗത്തിൽ നടപ്പാക്കാനാകുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. ബിസിനസ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, ജനറൽ കോച്ചുകൾ അടങ്ങിയ ട്രെയിനുകളായിരിക്കും സർവീസ് നടത്തുക. ഏകദേശം 1,00,000 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവായി കണക്കാക്കുന്നത്. കേരളത്തിലെ അതിവേഗ റെയിൽപാത പദ്ധതി അതിവേഗത്തിൽ നടപ്പാക്കാനാകുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി ഫെബ്രുവരി 2-ന് ഓഫീസ് തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിക്കായി അധികം ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യമില്ലെന്നും റെയിൽപാതയുടെ 70% ഉയരപാതയായിരിക്കുമെന്നും 20% ടണൽ വഴിയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതി യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ 2.5 മണിക്കൂറിലും കണ്ണൂർ വരെ 3.25 മണിക്കൂറിനുള്ളിലും എത്താൻ സാധിക്കും. 5 മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ സർവീസ് ഉണ്ടാകുമെന്നും 8 കോച്ചുകളുള്ള ഒരു ട്രെയിനിൽ 560 പേർക്ക് യാത്ര ചെയ്യാനാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിനുകൾ ഓടുക. 20 മുതൽ 25 കിലോമീറ്റർ പരിധിയിൽ 22 സ്റ്റേഷനുകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബിസിനസ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, ജനറൽ കോച്ചുകൾ അടങ്ങിയ ട്രെയിനുകളായിരിക്കും സർവീസ് നടത്തുക. ഏകദേശം 1,00,000 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയാണിത്. 4 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നും മലപ്പുറം, കൊട്ടാരക്കര പോലുള്ള റെയിൽവേ ഇല്ലാത്ത പ്രദേശങ്ങളിലേക്കും അതിവേഗ റെയിൽപാത എത്തിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെയും പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിലെയും തിരുവാതിര തൈപ്പൂയ മഹോത്സവം ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ ആഘോഷിക്കുന്നു.